അധികം തണുപ്പില്ല, തണുപ്പിന് ഇച്ചിരി ശമനമുണ്ട്. സമയം രാവിലെ 5:26. രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ഈ സീബ്ര ലൈനിൽ കൂടെ മാത്രം നടക്കാൻ പാടും കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് സീബ്ര ലൈൻ ഇട്ടുണ്ട്. നേരെ ഫുട്പാത്തിലേക്ക് കയറും. ഇവിടുത്തെ സിസ്റ്റമൊക്കെ വളരെ നല്ല സിസ്റ്റമാണ്. ട്രാഫിക് സിസ്റ്റം ആയാലും ഇവിടുത്തെ റോഡ്, വാക്കിംഗ് ഏരിയ, 2 സ്ഥലത്ത് വാക്കിംഗ് പാത്തുണ്ട്. റോട്ടിലാണെങ്കിൽ ക്യാമറ ഓരോ 5 മീറ്റർ കൂടുമ്പോൾ ഓരോ ക്യാമറയാണ് സൈഡിൽ തന്നെ ഉണ്ടാവും. 80, 60, 100 ആ സ്പീഡിലാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ സ്പീഡിൽ ഓടിക്കാൻ പാടുള്ളൂ. 80 ആണെങ്കിൽ 80 സ്പീഡിൽ പോകണം, 100 ആണെങ്കിൽ 100 സ്പീഡ്. ഒരു ഏരിയ ഉണ്ട്, അത്ര കിലോമീറ്റർ അത്ര സ്പീഡിൽ തന്നെ പോകണം. അങ്ങനെയാണ് ഇവിടുത്തെ സൗദിയിലെ നിയമം. പിന്നെ നമ്മൾ കേരളത്തിൽ കൂട്ട് റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. കേരളത്തിലൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാമല്ലോ. ഇതിപ്പോൾ അങ്ങനെ റോഡ് സൈഡ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി കാറിൽ ക്യാമറ വെച്ചിട്ട് പോലീസുകാരുണ്ട്. നമ്മൾ വിചാരിക്കും പ്രൈവറ്റ് കാറാണ്, പക്ഷേ ഡാഷ് ക്യാമറയിൽ അവരെ പോലീസിൻ്റെ നമ്മുടെ മഫ്തിയിൽ പോലീസുകാർ ഇറങ്ങുന്നില്ല, അതേപോലെ തന്നെ കാറിൽ പോലീസുകാർ ഇറങ്ങും. എന്നിട്ട് നമ്മൾ അങ്ങനെ പാർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പാർക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഫൈനാണ്. ഓൺ ദി സ്പോട്ടിൽ 1000 റിയാലൊക്കെ ഫൈൻ അടിക്കും. ഫുട്പാത്തിൽ നിന്ന് നേരെ സീബ്ര ലൈൻ നേരെ ഇങ്ങോട്ട് കിടക്കാം. മരുഭൂമിയിൽ ചെടിയൊക്കെ അടിപൊളിയായിട്ട് വളരുന്നുണ്ടോ. നമ്മുടെ 10 മണി ചെടിയാണ്. പൂക്കൾ ഇതുവരെ ഞാൻ കണ്ടില്ല. അടിപൊളിയായിട്ട് ചെടിയൊക്കെ വളരും കേട്ടോ. ഇവിടെ ആരും സംശയിക്കണ്ട.